ബി.ജെ.പിയെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. 0 വോട്ട് നേടി തലകുനിച്ചാണ് ബി.ജെ.പിയുടെ പടിയിറക്കം. കർണാടകയിലെ വാർഡ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് നാണം കെട്ട തോൽവി. വാർഡിൽ ആകെ പോൾ ചെയ്ത 418 വോട്ടുകളിൽ 1 വോട്ട് പോലും നേടാൻ ബി.ജെ.പിയെ കൊണ്ടായില്ല. അതും പറയുമ്പോൾ തല താഴ്ത്തി തോൽവി എന്ന് തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമായ തീരദേശ കർണാടകയിൽ സ്വന്തം സ്ഥാനാർത്ഥിക്ക് 1 വോട്ട് പോലും ലഭിച്ചില്ല എന്നതാണ് ഈ തോൽവിയുടെ പ്രധാന ഘടകം. കടബ ടൗൺ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പി അപൂർവ പരാജയം ഏറ്റുവാങ്ങിയത്. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാർഡ് നമ്പർ 1 കലറയിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി പ്രേമയാണ് 1 വോട്ട് പോലും നേടാനാകാതെ തോറ്റ് തൊപ്പിയിട്ടത്. വാർഡിൽ ആകെ പോൾ ചെയ്ത 418 വോട്ടുകളിൽ 1 വോട്ട് പോലും നേടാൻ ബി.ജെ.പിയെ കൊണ്ടായില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി തമന്ന ജബീൻ 201 വോട്ടുകൾ നേടി വിജയിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥി ജൈനാബി ആദാമിനെ 62 വോട്ടുകൾക്കാണ് തമന്ന പരാജയപ്പെടുത്തിയത്. SDPI സ്ഥാനാർത്ഥി 74 വോട്ടുകൾ നേടി. BSI സംവരണം ചെയ്ത വാർഡിൽ 4 സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു. ബുധനാഴ്ചയാണ് ഫലം പ്രഖ്യാപിച്ചത്. 1-ാം വാർഡിലെ വോട്ടറില്ലാത്ത പ്രേമ 6-ാം വാർഡിലും മത്സരിച്ചിരുന്നു. അവിടെയും അവർ പരാജയപ്പെട്ടിരുന്നു. 177 വോട്ടുകൾ നേടിയ അവർ 314 വോട്ടുകൾ നേടിയ കോൺഗ്രസിന്റെ നീലാവതി ശിവറാം MS-നോടാണ് പരാജയപ്പെട്ടത്. 6-ാം വാർഡില 1-ാം വാർഡിലെ 0 വോട്ട് ഫലത്തിന് കാരണം പ്രദേശത്തെ മുസ്ലിം ഭൂരിപക്ഷ ജനസംഖ്യയാണെന്ന് ആരോപിച്ച ബി.ജെ.പി നേതാക്കൾ പതിവ് വർഗീയ കാർഡും പുറത്തിറക്കിയിട്ടുണ്ട്. നാമനിർദ്ദേശത്തിന് ശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥി ജൈനാമി ആദാമിനെ പിന്തുണയ്ക്കാൻ പ്രാദേശിക മണ്ഡല യൂണിറ്റ് തീരുമാനിച്ചതുകൊണ്ടാണ് ഔദ്യോഗിക ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് 0 വോട്ട് കിട്ടിയതെന്നാണ് ദക്ഷിണ കന്നഡ ബി.ജെ.പി പ്രസിഡന്റ് സതീഷ് കുമാർ പറഞ്ഞത്. പ്രേമയുടെ ബൂത്ത് പ്രസിഡന്റും 2 നിർദ്ദേശകർ പോലും അവർക്കെതിരെ വോട്ട് ചെയ്തതായിട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ഹരീഷ് കുമാർ ചൂണ്ടിക്കാണിച്ചത്. ബി.ജെ.പി നേതൃത്വമാണ് നാണക്കേടിന് ഉത്തരവാദിയെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം MS മുഹമ്മദും ആരോപിച്ചു. ഗ്രാമപഞ്ചായത്തിൽ നിന്നും കടബ ടൗൺ പഞ്ചായത്തിലെ അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. 13 സീറ്റുകളിൽ 8 എണ്ണം നേടി കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷം നേടി. ബി.ജെ.പിക്ക് 5 സീറ്റുകളാണ് നേടാൻ കഴിഞ്ഞത്. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യുകയാണ് കോൺഗ്രസ് എന്നാണ് നമ്മൾ ഈ റിസൾട്ടിൽ നിന്നും വിലയിരുത്തേണ്ടത്.